നമ്മൾ അൽസന്നിക്ക് വെയിറ്റ് പറ വ്ളോഗ് എടുക്കുക. ബർത്ത്ഡേ വ്ളോഗ് ഇനി തട്ടിക്കളയല്ലേ. ഇനി അലൻസണ്ണിയുടെ അടുത്ത് നമ്മൾ കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. അലൻസണ്ണിയുടെ കട കണ്ടോ. വാ ഗൈസ്, നമ്മളിന്ന് കേക്ക് മേടിക്കാൻ ആൽവിൻ്റെ കൊണ്ടുവിടും. വാ കേക്ക് മേടി. എഴുതി കഴിഞ്ഞോ? ഇന്ന് ജസ്മോൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ കേക്ക് മേടിക്കാൻ വന്നൊക്കെയാണ്. നമ്മളെപ്പോഴും കേക്ക് മേടിക്കാം. എടാ ഞങ്ങൾ സ്ഥിരം കേക്ക് മേടിക്കാം. യൂട്യൂബ് വീഡിയോ കണ്ടുണ്ടോ? സിലിക്കണി വന്നാൽ സ്ഥിരം കേക്ക് മേടിക്കുന്നത്. ഓഫർ വേണം. ആ ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിന് പ്രത്യേകം ഇത് വേണം കേട്ടോ. നമ്മൾ കേക്ക് മേടിക്കാന്നിരിക്കുകയാണ്. ജസ്മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇതിൻ്റെ അകത്തോ? ഓ എൽമാസ് പഠിപ്പിച്ചവരൊക്കെ വലിയ വില എത്തിയില്ലല്ലോ. എന്നാ പറഞ്ഞേ? അപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഇന്ന് ജസ്മോൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ കേക്ക് മേടിക്കാൻ സിലിക്കണി വന്നേക്കാണ്. ഇത് നമ്മൾ കേക്ക് എടുത്ത് റെഡ് വെൽവെറ്റ് കേക്ക് എടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചെന്നിട്ടുണ്ട്. ഞങ്ങളിനി അവരെന്തെങ്കിലും ഗിഫ്റ്റ് നോക്കാൻ പോവാണ്. ഹായ് അല്ലേ കേട്ടോ. ഇത് കൊള്ളാല്ലേ? സിലിക്കൺ വാലി. നമ്മൾ സിലിക്കണി ഫുട്ബോൾ കളിക്കാൻ പോകണം. പൊക്കത്തോട്ട് അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് എനിവേ നമുക്ക് എന്താണെങ്കിലും കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് കിട്ടത്തില്ലായിരിക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു നമുക്ക്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ജസ്മോൻ ജർമ്മനാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ജർമ്മൻ പഠിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ബുക്സ് ഉണ്ടോ എന്ന് നോക്കാം. അല്ല ഇവിടെ ബുക്കൊക്കെ കിട്ടുമോടാ? എന്നാ ചിലപ്പോ അതെടുക്കണോ? ഒരു സ്നോ സ്പ്രേ എടുക്കാം. അവൻ്റെ കിറുക്കി അടിച്ച് പൊളിക്കാം അല്ലേ? സ്നോ സ്പ്രേ അവിടെ കിട്ടും. ഇവിടെയല്ലേ പാർട്ടി പൂപ്പറൊക്കെ എവിടെ ഇരിക്കുന്നത്? വേണോ സ്നോ സ്പ്രേ വേണോ? പക്ഷേ വീട്ടിൽ മറ്റേ ഷേവിങ് ക്രീം എടുക്കണ്ട, അത് മതിയാ. നീ ഒക്കെ നീ കൊടുക്ക ഗൈസ്. പണമുള്ളവന്റെ അഹങ്കാരം. അതെ ആ സമ്പാദിക്കാൻ അറിയാത്തവന് അവൻ ഈ കുടുക്ക പൊട്ടിച്ച് പെട്രോൾ അടിക്കും. എടാ എന്തിയടാ ഇവിടെ ഇല്ലടാ ഗൈസ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ ബുക്സ് ഒക്കെ കിട്ടുമെന്ന്. അവിടെ ബുക്സ് ഒക്കെ കിട്ടുമെന്ന് അറിയത്തില്ല. സിലിക്കണാണല്ലോ. അങ്ങനെ ബുക്ക് കിട്ടും അല്ലേ? ഇങ്ങനത്തെ ബുക്ക് കിട്ടും. ഞാൻ ഉദ്ദേശിച്ച ജർമ്മൻ അല്ലേ ABCD ഒക്കെ ഉള്ളൂ. ചിത്രബാല പഠനം, കളറ്, മലയാളം, ബാർബി കൊള്ളാം. അത് കൊള്ളാം. അതിനകത്ത് വല്ല ഡിപ്രഷൻ അടിക്കാനുള്ള സാധനം ഉണ്ടോ? ഇനി അതിന് ഡിപ്രഷൻ ആവും. 170 രൂപയുള്ളൂ. എന്നാ വാങ്ങി കൊടുക്കുന്നത്? ആ പേടിച്ചിട്ട് അത് പേടിച്ചിരുന്നു. ABCD ജർമ്മനിൽ വല്ലതും ഉണ്ടോ? ദിസ് ഈസ് ഹോട്ടൽ സിലിക്കണിൽ. നമ്മൾ മേളിൽ വീഡിയോ കാണിക്കുന്ന ആദ്യമായിട്ടായിരിക്കും. ഡിപ്രഷൻ വരുമ്പോഴും ഞെക്കി കളിക്കട്ടെ. അതെ ഇതിൽ ചിരിയില്ലാത്തൊരു ബോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിരി വളർത്തുന്നതിൽ ചിരികളില്ല. എന്നാണ് വാങ്ങിക്കൊടുക്കുന്നത്? നമ്മള് സിലിക്കണില് പ്ലേ സ്റ്റേഷന് വന്നേ. കേറ് ഇല്ല കേറ്. ഒരു ഒറ്റ തവണ വട്ടം കറങ്ങാം. ഒറ്റ ഇറക്കത്തുള്ളൂ. അതിന്റെ മോണായി ഒരു വട്ടം. അയ്യോ അമ്മേ. തലകറക്കം പോകണ്ട. തലകറക്കം പോകത്തില്ല. ഇല്ല ഇറക്കുമ്പോ നീ വീഴും. എനിക്ക് ഛർദ്ദിക്കാൻ വരും നീ ഓടുന്ന കണ്ടിട്ട്. ഇനി ഇറങ്ങി ആടുന്ന കാണാം. ഇറങ്ങി അടാ അത് നീ നശിപ്പിച്ച്. ആണ്ടാ അത് പോയി. ഇറങ്ങി ഔത്തെ കയറാം. ഇത് നൈസാണ്. അതെ അടിക്ക കാലയിന് മേലെ കയറ്റി വെക്കണം അവിടെ. മറ്റേ ഉയ്യോ ഇപ്പൊ ഒടിഞ്ഞൊക്കെ പോളെ. കുജു എന്നെ കേട്ടോ
അവിടെ പോള അത് ഔത്തേ പാവം. ഗൈസ് നമ്മളിത് നമുക്ക് പറ്റിയ സാധനം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആർക്കാ വെയിറ്റ്? ഇനി ഇനി കാണിക്കുന്നേ ഇനി അയ്യോ തടിയാ. ആ ഇനി നീ താഴെ താഴെ കാലിൽ നിലത്ത് കുത്താൻ പറ്റത്തില്ലേ? ആ ഗൈസ് നമുക്കിനി ഇത് അലിൻഡോം ആർക്കാ നിനക്കാ വെയിറ്റ് തള്ളേക്ക് പൊങ്ങട്ടെ. ആ നിൽക്കേ റെഡിയാക്കേ. ഹാ ബാലൻസ് ചെയ്ത് നിൽക്കാം. ഗൈസ് ഞങ്ങൾ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അത് കണ്ടോ? എടാ തടിയാ. എടാ അൽജിനെ വിളിച്ചു. കാലിടിച്ചു ഗൈസ്. അതിൻ്റെ ഹലോ ഗൈസ്. ഹലോ പറയണ. ഹലോ ഗൈസ്. യെസ് ഗൈസ് നമ്മൾ ഇന്ന് ജസ്മോന്റെ കുറച്ച് വ്ലോഗ് എടുത്തതാണ്. നമ്മളിന്ന് ജസ്മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ജസ്മോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേക്കൊക്കെ മേടിച്ചു. കേക്ക് മേടിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കാം. അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം കേക്ക് ഒക്കെ മേടിച്ച് നമ്മളത് ജസ്മോന്റെ വീട്ടിലേക്ക് ജസ്മോന്റെ ബർത്ത്ഡേക്ക് ആയിട്ട് പോവുകയാണ്. ജോസു ഉണ്ട്. ചേട്ടായി തിരിയണ്ടേ ചേച്ചി. നമ്മള് എന്നാ പെണ്ണുങ്ങളൊക്കെ എന്നാ വണ്ടിക്കകത്ത് കുലസ്ത്രീകൾ ഈ സമയത്ത് ഇറങ്ങാൻ പാടില്ലെന്നാണ് നമ്മള് ചേച്ചി ഫ്രീ. നമ്മള് പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് കുഴപ്പമില്ല. കേക്കൊക്കെ മേടിച്ചിട്ട് പോവാ. പിന്നെ നമ്മുടെ കൂടെ അപ്പൂസ് വരുന്നുണ്ട്, പിന്നെ ഫെബിനും വരുന്നുണ്ട്. അപ്പൊ അവരങ്ങോട്ട് വരും. അങ്ങോട്ട് വരും. പിന്നെ അപ്പൂസിനെ വീട്ടിൽ പോയി എടുക്കണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടി പോവാണ്. നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ സമ്മാനം ഉണ്ട് ഏട്ടായി. പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. എന്നാന്നൊക്കെ നമുക്ക് അവിടെ സിനിമ കാണാം. അയ്യോ നമ്മള് ചേട്ടന്റെ ബർത്ത്ഡേക്ക് കൊടുത്തതിന്റെ വാശിക്ക് ചേട്ടായി അല്ലേ അത്രയും നമ്മളൊരു മോഡറേറ്റ് ലെവലിലാണ് നമ്മുടെ തിരിച്ച് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അത് ചേട്ടയാണ് കേട്ടോ കൊടുക്കുന്നത്. സ്പോൺസേർഡ് ബൈ എല്ലാം ചേട്ടയുടെ. അത് സ്പോൺസേർഡ് ബൈ എല്ലാം ചേട്ടയാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതൊരു സൗണ്ട് കേട്ടില്ല ഗിയർ മാറിയപ്പോ. ബ്രേക്ക് ഉണ്ടോ നോക്കാനൊക്കെ. കളിക്കല്ലേ സമയം ഇപ്പൊ കണ്ടോ 12:53. 11:53 ആയിട്ടുണ്ട്. നമുക്ക് 12 മണിയാകുമ്പോ കേക്ക് കുറിച്ച് അവിടെ ചെല്ലണം. അവന്മാരെ പിക്ക് ചെയ്ത് അവിടെ ചെല്ലേണ്ടതാണ്. നോ ഐഡിയ. ചെല്ലു സ്ഥലത്തില്ല. 12 മണിക്ക് നമ്മൾ കയറി ചെല്ലണമല്ലോ. അതാണ് അതിന്റെ മര്യാദ. അവൻ ഉറങ്ങുവാടാ. അവന് പോസ്റ്റ് ഇടേണ്ടതല്ലേ. അവൻ ഉറങ്ങത്തൊന്നുമില്ല. നമ്മളിന്ന് പോയി അവന്റെ കൂടെ ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൻ ഹൺഡ്രഡേ കയറി കേട്ടോ ഗൈസ്. ഏതേലും വണ്ടി കിട്ടുവോ? അത് സെക്കൻഡുകൾക്കുള്ളില. റൈറ്റ് എബിനെ അവിടെ ചെല്ലുമ്പോ ഒന്ന് മിസ് കോൾ അടിപ്പിക്കണം. അതന്നെ ഇങ്ങനെ തുറന്നിരിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മളപ്പം മേടിച്ച് കാണിക്കും. ഇതാ ഗൈസ് കണ്ടോ ജസ്മാന് വേണ്ടിട്ട് നമ്മളൊരു പെണ്ണിനെ ആയിട്ടാണ് പോയത്. നമ്മള് ജസ്മാന്റെ 19ാമത്തെ വയസ്സിൽ ജസ്മാൻ ഒരു പെണ്ണില്ലാത്തവരെ പെണ്ണ് കൊടുക്കുന്നുണ്ട് നമ്മള്. അപ്പം നമ്മള് നമുക്ക് ഇപ്രാവശ്യം ഹാപ്പി ബർത്ത്ഡേ ഇല്ല.
അപ്പൂസ് അപ്പൂസ് ഹായ് അപ്പൂസ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഞാൻ വിളിച്ച് പേടിപ്പിച്ചുകൊണ്ട് വിട്ടു കേട്ടോ. അപ്പൂസിനെ നമ്മള് കെയറിങ് ഉള്ള വീട്ടുകാരാണ്, നമ്മളെ പോലെ തന്നെയാ. ഫ്രീഡം കൊടുക്കും പക്ഷെ കെയറിങ് ഉണ്ട്. നമ്മൾ നിവേദനം എഴുതി കൊടുത്താൽ ഫ്രീഡം കൊടുക്കും. അപ്പൂസ് കണ്ടോ ഗൈസ്, അപ്പൂസ് ഫുൾ ഫ്രീഡാ. അപ്പനെ ഇടിച്ചിട്ടിട്ടാണേലും വരുന്നൊക്കെയാ പറഞ്ഞത്. പുള്ളി സബ്സ്ക്രൈബർ അല്ലല്ലേ അല്ലേ? ആളെ പുള്ളി എന്റെ കട കയറ്റത്തില്ല. അത് കാണിക്കേ അതാ ജസ്മോനെ നമ്മള് ജസ്മോന്റെ കൊച്ചിനെ നമ്മള് മേടിച്ചിട്ടുണ്ട്. ജസ്മോനെ ജർമ്മൻകാരിയാണ്. അതെ ജസ്മോൻ ഇത് വെച്ചാണ് ആണ്ട് കട്ടറൊക്കെ ചാടിക്കാതെ കേക്കൊക്കെ അവിടെ ചെല്ലുമ്പോ ചപ്പിളിച്ചിരിക്കണേ, മടിയിലിരിക്കുക. പിന്നെ ഞാൻ അത് ഓർമ്മിപ്പിച്ചോണ്ടിരിക്കുക. കേക്ക് എന്തായാലും പറ്റിയ ചേച്ചി അവിടെ ചെല്ലുമ്പോ പകുതി കേക്ക് പറഞ്ഞോ. അവിടെ ചെല്ലും അങ്ങനെ നക്കിത്തില്ല. പറപ്പിച്ചോ എന്നാണ് ഇങ്ങോട്ട് നമ്മള് കാരണം ജയിച്ചോ. ഒന്ന് ബ്രേക്ക് പിടിച്ച് നോക്കിയാ. ബ്രേക്ക് ഉണ്ടോ ഫെബിനെ. എടാ ഫെബിനെ ഒരു മിനിറ്റ് ഗൈസ്, ഞങ്ങൾ ഫെബിനെ വിളിച്ചു തരാം ഗൈസ്. ഡിപ്രഷന്റെ ടൈം അല്ലല്ലോ, പുറത്തിരിക്കാൻ സാധ്യത ഉണ്ടോ? ചാൻസ് ഉണ്ട്. നമുക്കെല്ലാം അറിയാം. എന്റെ ബുദ്ധി പറയുന്നു അന്നാ വെറുതെ ബുദ്ധിയില്ല. അപ്പൊ കട്ടിലായിരിക്കോ? കട്ടിലായിരിക്കല്ലേ? 12 മണിയല്ലേ കട്ടിലായിരിക്കും. അത് ബാത്റൂമിലായിരിക്കും. ജർമ്മനി പോയ സാധ്യത ഈ സമയത്ത് ജർമ്മനിയിലാണ് സാധാരണ. ചേച്ചി ഇപ്പഴേ അഭിനയം തുടങ്ങി. ഞാൻ ഭയങ്കര അഭിനയായിരുന്നു. എടാ അടുത്ത ആഴ്ച കാണാൻ കേട്ടോടാ. ഞാൻ ഗൈസ് കുറച്ച് എത്ര ഞങ്ങളെ 8 മണി 8:30 9 മണിയല്ലേ 9 മണി വരെ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കാണത്തില്ല കേട്ടോ ഒന്നും. അമ്മേ ചേച്ചി ബ്രേക്ക് ഉണ്ടോ ചേച്ചി? അതവന്റെ ഒരു ദിവസം എടുത്തിട്ട് എല്ലാ ദിവസവും അത് തന്നെ ഇടുന്ന ചേച്ചി. വണ്ടി ഓഫാക്കിയ ബ്രേക്ക് കിട്ടത്തില്ല. ഡോർ തുറന്ന ഡോർ അടച്ചാ കിടക്കുന്നത്. അതിന്റെ താഴോട്ട് ഇറക്കണ്ട, അപ്പുറം കൊണ്ട് ഇട്ടു. നിങ്ങൾ വന്നോന്നൊക്കെ ചോദിച്ചു. എന്നെ താമസിച്ചേ നിങ്ങൾ എന്നെ താമസിച്ച. ഞാൻ നേരത്തെ കുറച്ചു നേരം ആയാലും വന്നിട്ട്. ഇറങ്ങി ബാബാ ജസ്മാന്റെ വീട്ടിലെത്തിയിരിക്കാന്. സമയം കൊണ്ട് ഒരു മിനിറ്റ് ഇതേ നമ്മുടെ സമ്മാനം ഇതാണ്. നല്ല ശബ്ദം. ഈ പന്നി തന്നെ അല്ലാത്തപ്പോ പറന്ന വരുന്നു. നമ്മൾ ഇട്ടു ജ്യൂസ് അവന്റെ ഗിഫ്റ്റ് എന്റെ പെണ്ണെന്തി ഫെബിൻ വന്നിട്ടുണ്ട്. ഫെബിൻ എടാ വേഗം വാടാ, വണ്ടി വാ. ഞാൻ വണ്ടി എടാ ഭ്രാന്ത വേഗം വാ. നമ്മളിത് പോവാണ്. 10 മണിയാവും. നമുക്ക് എല്ലാം നടത്തില്ല. ഹാപ്പി ബർത്ത്ഡേ. അവനോട് ചോദിച്ചേ സ്പീക്കർ ഉണ്ടോന്ന്. സമയത്രേ ഈ പാണ്ടി കരിമ്പാറ പൊലയാടി പോയി. അവന്റെ അപ്പന് പരിവായൊക്കെ ആയിട്ട് വരും.
സമയം സമയം ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു പറഞ്ഞായിരുന്നോ? ഹായ് ഗുഡ് നൈറ്റ്. എന്ത് ചെയ്യും മോൻ? എന്ത് മകനീ സമയ 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 ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പോസ്റ്റ് ഇട്ടോണ്ടിരിക്കരുത്. അത്രേ ഗൈസ്, നിങ്ങൾ എല്ലാരും കാണണം. നിന്റെ ബർത്ത്ഡേ ഞങ്ങൾ അവിടെ പോകാനാ ഗൈസ് കാണണം. ഹാപ്പി കരച്ചോ കരച്ചോ കരച്ചോ, കണ്ണ് കണ്ണ് കരച്ചോ കണ്ണ് കരച്ചോ. ഞങ്ങളാണല്ലോ അപേക്ഷ എഴുതി കൊടുത്ത ഇവരെ കൊണ്ടുവന്നത്. 35 മിനിറ്റ് സംസാരിച്ചു. വയസ്സായി നിനക്ക് ചെറുക്കന് പെണ്ണിനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാവറ മാട്രിമോണിന്നാ. അത് നല്ല ജർമ്മൻ പെണ്ണ്. വെട്ടിച്ച് വെച്ചിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നോളായിരിക്കും. ഇന്നോട്ട് കൂടെ കിടക്കാൻ ആളുണ്ട്. ഒന്നുമല്ല, പേടിക്കണ്ട. 1 വർഷം കഴിഞ്ഞ് കൊച്ചു മതി കേട്ടോ. പിന്നെ എന്നോട് വിളിച്ച് പറഞ്ഞല്ലേ അഭിനയം പോരല്ലോ നിന്റെ. അമ്മോട് സമ്മാനം പിന്നെ കാണാതെ. നമ്മുടെ പൈസക്കാരൊക്കെ ഇവിടെ ഉണ്ട്, സമ്മാനമൊക്കെ വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു, പറഞ്ഞു വരുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ. ലൈറ്റ് ഒക്കെ ഇട്ട് ഇട്ടോ. സ്റ്റോറി ഒക്കെ ആണോ? ചേട്ടാ സ്റ്റോറി ഇട്ടില്ല. നിങ്ങളെല്ലാം സ്റ്റോറി ഇട്ടേ. എല്ലാരും ഫോൺ എടുത്തേ. എല്ലാരും ഫെമിനൊക്കെ ഇന്നലെ ഡ്രാഫ്റ്റ് ആക്കി ഇട്ടത്. ഗൈസ് പ്രകാശം വരക്കട്ടെ. ജസ്മോൻ എന്തി? ജസ്മോൻ ഇങ്ങി വാ. ജസ്മോൻ ഇങ്ങി വന്നേ. ഇനി വാ, ഇനി കൊറേ കാര്യങ്ങളുണ്ട്. വാ, നീ ചടങ്ങുകളൊക്കെ മുടക്കാതെ. അതെ, എന്നെ ആവുന്ന തരത്തില് ഞങ്ങള് എപ്പോഴാ നിന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി കേക്ക് മേടിക്കാൻ പോയതാ. എറണാകുളം പോയാ കേക്ക് മേടിച്ചേ. എന്റെ അഭിനയൊക്കെ എങ്ങനെയാണ്? നാച്ചുറൽ ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇത് ചെവി വെക്കാനുള്ള തല വെച്ചിപ്പോ മുറിക്കണം. അല്ല അത് വെക്കാം. ആദ്യം കിരീട. കൊച്ചിനെ തൊടരുത്, അവന് പൊസസീവ് ആവും. പെണ്ണിനെ തൊടരുത് അവന്റെ. പിടിച്ചു. ഓ കണ്ണ് ജസ്റ്റ് ഇപ്പൊ കണ്ണാറ്. ആഹാ ഹാപ്പി അമ്പടാ. ഇങ്ങോട്ട് നോക്കി. ആഹാ ഇവിടെ ഇതിങ്ങനെ കുത്തി വെച്ചാല്. ഹാപ്പി ബർത്ത്ഡേ. ഇന്നാണ് സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലാക്കില്ല. അല്ല ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കേട്ടാ മതി. ബാ വേം ബാ. സമയത്രേ ഗൈസ് 12:03 19 വയസ്സായിട്ട് 3 മിനിറ്റ് ആയി. തലയൊക്കെ കണ്ട. അടുത്ത പ്രാവശ്യം ഒരു പടച്ചട്ടയൊക്കെ മേടിക്കണം. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെ ഇനി ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പം റെഡി 1 2 3. ഗൈസ് നമ്മുടെ പുറത്തുനിന്നുള്ള വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. പല്ല് മാത്രം കണ്ടിട്ടുണ്ട്. കണ്ടോളൂ കാണാലോ. അത് ബർത്ത്ഡേ ഇതാ, മറ്റേ തൊപ്പിയാ. റെഡി
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ജസ്മോൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നേരെ വായിലേക്കല്ല കേട്ടോ. ആ ഫോട്ടോ 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 ഫോട്ടോ. ഓക്കെ. ജസ്വൻ ഇനി ആ തൊപ്പി പെർമനന്റ് ആക്കും. അതെ ആളെ കണ്ടുണ്ട്. അയ്യോ ചേച്ചി കണ്ണ് നിറയുന്നുണ്ടോ? ആ കണ്ണ് മുതിർന്ന ആൾ കൊടുക്കാണ്. സ്നേഹ സമ്മാനം. ചേട്ടൻ ഒരു ഉമ്മ കൊടുക്കുന്നോ? ആ കൊടുത്തോളാം. അവരപ്പോ ഉമ്മയോട് കേട്ടത്. ആ അടുത്ത തള്ളക്കാണ്. എനിക്ക് വേറെ കേക്ക് എടുത്തായിരുന്നേ. അല്ല എനിക്കൊരു കേക്ക് എന്നേ. എന്റെ എടാ പ്രായപരിധി ഒന്നുമില്ല. ഇവനേത് ഇവൻ ജോസിനൊക്കെയും ചെറുതാന്ന് തോന്നുന്നു. ആടാ ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല കേട്ടോ. അവൻ തിരിച്ചു തന്നില്ല. പാവമുണ്ട്. ആടെ ആ ചേട്ടാ ഒരു മിനിറ്റ്. മീശ കംപ്ലീറ്റ് ആയില്ല. ജസ്റ്റ് നമ്മളിനി മീശ മൊത്തം കംപ്ലീറ്റ് ആയിട്ടില്ല. മീശ കംപ്ലീറ്റ് ആയില്ല. എനിക്ക് കുറച്ച് മീശ. ആ ഗൈസ് നമ്മളിനി ജസ്മോനെ 19 വയസ്സായി. മീശ ആയില്ല. മാർക്കെ മീശ ഞാൻ വരയ്ക്കും. മീശ സോറി കുരുവൊക്കെ വരുവിടാ. ആയ് എടാ ചേച്ചി തന്നെ സൺസ്ക്രീൻ തേക്കുന്നോ? അത് കഴുകി. എന്നെ അതെ മകന് 19 വയസ്സായി. എന്താ പറയാനുള്ളത്? മകന് 19 അല്ല അനിയന് 19 വയസ്സായതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിക്കാൻ കേട്ടോ. അവന്റെ തലേ കുറച്ച് പ്രാരാബ്ദം കൊടുത്തേര്. ഇത് കണ്ടായിരുന്നോ? ജസ്മന്റെ ജർമ്മൻ കൊച്ചിനെ കണ്ടായിരുന്നോ? ഇനി വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഇത് കണ്ടോ ജസ്മന്റെ ജർമ്മനിലെ പെണ്ണിലെ കണ്ടായിരുന്നോ? ചെറുക്കന് പെണ്ണിനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈല് ഇതെടുത്തൊരു പോസ്റ്റ് ഇട്ടാ മതിയായിരുന്നു കേട്ടോ. ആ തൊപ്പി ആ സ്റ്റൈൽ എന്തൊരിതാത് ഇങ്ങനെയുണ്ട് ഒരു ഇത്. മാങ്ങാണ്ടി ജോബ്ലങ്ങൾ എന്തേ ഇത് കഴിക്കുന്നില്ലേ? ഇത് കേക്ക് എടുത്ത് കഴിക്കും. അല്ല മകന് 19 വയസ്സിനെ പറ്റി എന്താ പറയാനുള്ളത്? ആ ഇപ്പോഴും കുഞ്ഞാണ്. ഇപ്പോഴും കിച്ചുച്ചാന്ന് വിളിക്കുന്നത്. ജസ്മന നിനക്ക് എന്താ പറയാ? 19 വയസ്സിനെ പറ്റി എന്താ പറയാനുള്ളത് സബ്സ്ക്രൈബേഴ്സിനോട്? 19 വർഷം എങ്ങനെയുണ്ടായിരുന്നു ജീവിതം? യെസ് നിങ്ങൾ അറിഞ്ഞോ നടത്തില്ല. ജസ്മൻ ഇപ്പൊ ജർമ്മൻ പഠിക്കുകയാണ്. ലൈഫ് അപ്ഡേറ്റ്. ജസ്മൻ ഇപ്പൊ ജർമ്മൻ പഠിക്കുകയാണ്. പോൾസില് പാറോലിക്കല്. ജസ്മൻ 2 ജർമ്മൻ വാക്ക്. സ്പെസിഫിക്കലി ആണ്. ചേച്ചിക്ക് എന്താ ജസ്മോന് 12 വയസ്സായെ പറ്റി പറയാനുള്ളത്? 19 വയസ്സായെ പറ്റി പറയാനുള്ളത്? നല്ല കേക്കാ. ഗിഫ്റ്റ് ഇത് അടുത്ത നമ്മുടെ ചടങ്ങിലേക്ക് എടുക്കാണ്. ജസ്മോനായിട്ടുള്ള നമ്മുടെ ഗിഫ്റ്റ് അത്യാവശ്യം തോന്നിയ സാധനമാണ്. എനിക്ക് അത്ര ലെവലിലൊന്നും പോയിട്ടില്ല. അല്ല അത്ര അത് മേടിക്കാനുള്ള പൈസ ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഞങ്ങള് വീട്ടിലെ വെള്ളം ഇത്രയും വലിയ ഞങ്ങൾ കയറി താമസത്തിന് പോലും ഇത് കൊടുത്തില്ല. വാട്ടർ പ്യൂരിഫയർ. ഇത് പണിക്കണ എന്റെ അപ്പനെ വിളിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കാശ് കിട്ടി. ഒരു സാധനം ഇത് അങ്ങോട്ട് അതേപടി തിരിച്ചു അത്രയും അറിയാട്ടോ ഞാൻ കാണിക്കത്തില്ല. അടുത്ത പെട്ടി
ഇത് 6 ഗ്ലാസ് സെറ്റ് ആന്റിക്ക് വേണ്ടി. എനിക്ക് എല്ലാരും നാളെ തൊട്ട് ചായ കുടിച്ചാൽ ഇനിയാണ് സാധനം. ഇത് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പറഞ്ഞു വരുത്തിയ സാധനം. ഞാൻ കൊടുത്ത് പെട്ടിയതാണോ? അല്ല അല്ല, പിന്നെയും ജസ്മോനെ അതിന്റെ അകത്ത് നിന്നാന്ന് എഴുതിയൊരു പേപ്പർ. നീ പറഞ്ഞു തന്നില്ല. നീ ജർമ്മൻ പഠിക്കുമല്ലേ, നിനക്ക് ഏറ്റവും അത്യാവശ്യം എന്താ, ആവശ്യം എന്താ? ആ മറ്റേ വാക്കിനായിരുന്നു എന്നെ ഇപ്പൊ പറഞ്ഞ സാധനം ഇതായിരുന്നു. അതെന്താ അത് പറയുന്ന പോലെ തുപ്പല് തെറിച്ച കേസ്. ഇപ്പൊ നമ്മളെല്ലാം ശരി മുമ്പ് ശേഷവും എടുക്കെടുക്കെടുക്ക് എടുക്കെടുക്ക്. ജർമ്മൻ ഭാഷ സ്ഫുടമായി പറയുന്നതിനും ഈ സാധനം ഇവിടുന്ന് എടുത്തോട്ട് പോയതാ. ഇങ്ങനൊന്നും അല്ലേ. ജസ്മോൻ ഓർത്തെ ജസ്മോൻ കൊടുത്ത ഷർട്ട് തിരിച്ചു തരുമല്ല. ഹാപ്പിയായില്ലേ? ആ കണ്ണുകളിലേക്ക് നോക്കിയ സന്തോഷം അറിയാം. എല്ലാവർക്കും ഉണ്ട്. ഇനി അതൊക്കെ കഴിച്ചു എല്ലാവർക്കും മുറിച്ച് 10 മുറിച്ച് 10 മുറിച്ച്. എടാ 10 എല്ലാവർക്കും ഉള്ളതുണ്ടോ? ഞാൻ കഴിച്ചു. കഴിച്ചോ? അടിയിലെ പീസ് എനിക്ക് ഈ കേക്ക് മാത്രം ഇഷ്ടമുള്ളൂ. ഇതാണോ ഒരു അടിയിലെ കേക്ക് അതിലും ക്യൂട്ട്നെസ് മനസ്സ് കണ്ടോ, ആ തുറന്ന മനസ്സ് വേറെ ആർക്കുണ്ട്? അതാണ് ജസ്മോന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേക്ക് കണ്ട സുഹൃത്തുക്കളെ, ഇതാണ് കേക്ക്. ഇതാണ് സ്വർഗം. അയ്യോ അതേ ഒരു ഫോട്ടോ എടുത്തൊരു സ്റ്റാറ്റസ് ഇട്ടേ. നാളെ 2 റോസാപ്പൂ ഒക്കെ തേങ്ങ വന്ന് വീണ്ടും ചിലപ്പോ അതിന്റെ അകത്തുനിന്ന്. ബാ ബാ നമ്മള് സെൽഫി എടുക്കാൻ പോകണം ഗൈസ്. ഇനി നമ്മുടെ വലിയ പൈസക്കാരൂടെ മേടിച്ച ഗിഫ്റ്റ് ഒക്കെയാണ് നമ്മൾ കാണാം. ദേ ഇത് കണ്ടോ, ഇത് ആരാന്നറിയോ? ഒരു ചെറിയ മൊയിലാലിയാ മൊയിലാലി ഗൈസ്. കണ്ടോ 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 120 പഴക്കമുള്ള സാധനം ഗൈസ്. നീ എന്നത്തിനാ അത് തിരിച്ചു നോക്കുന്നേ? ക്ലാസിക് ബസ്. അയ്യോ ആരെങ്കിലും ഒക്കെ കാണേ. വരുന്നില്ല ഇന്ന് ഇങ്ങനെ തരും. വരുന്നില്ല ഇങ്ങനെ തരും. ഞാൻ വീട്ടിൽ കിടക്കാം ഗൈസ്. അടിപൊളി സാധനം. റോളക്സിന്റെ കോപ്പിയാ ടൈമെക്സ്. എടാ കെട്ടറാ അത്. പെണ്ണിനെ ആ കൊച്ചിനെ നിന്നെ കൊച്ചൂടെ എടുത്തേ. കൊച്ചിനെ കൂടെ വിളിക്ക്. പക്ഷെ അവക്കൊരു മോതിരൂടെ മേടിക്കായിരുന്നല്ലേ. ഇവരുടെ മാരിയേജ് നടത്തായിരുന്നു. മാരിയേജ് അടുത്ത വർഷം പെണ്ണിനെ മാറ്റി തരാ കേട്ടോ. തൊള അങ്ങനെ ഒന്നും വളക്കല്ലേ. എനിക്ക് തന്നെ വേനെടുക്കും. അപ്പുറത്തോട്ട് തൽക്കാലം ഇടറാ. നീ ഇവിടെ ഇരിക്ക. ഞാൻ ഇന്ന് എടാ പൊട്ടാ ഇന്ന് പോവും. ആ ഞങ്ങള് പോവും. തമാശ ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്. ആഹാ എന്തൊരു സ്റ്റൈലാ. പൈസക്കാരല്ലേ? ഡിസേബിൾ ടോർച്ച് അല്ല. ഹാപ്പി ആയ മോളെ. ചേച്ചി എന്ത് പറയുന്നു? എന്തും പറയല്ലേ. നീ ഇപ്പൊ ഇങ്ങനെ നിന്നെ 2 തെറി വരാ.
ഇത് മാറി നാളെ നാളെ മൊത്തം ഇത് വെച്ചോണ്ട് കിടക്കണം. ബേക്കറി ഇത് കക്കൂസ് കഴിയുന്നതാണ്. പാ ഫോട്ടോ എടുക്ക്. പറഞ്ഞോ പറ. അങ്ങനെ ജസ്മന്റെ 19ാമത്തെ വയസ്സിന്റെ പിറന്നാൾ ആശംസകൾ. കുടിയിറങ്ങുകയാണ്. കുടിയിറങ്ങുകയാണ്. ഞങ്ങൾ പടിയിറങ്ങുകയാണ്. സുന്ദരനായി. ജസ്മൻ കുളിച്ചു. ശരിക്കും ജസ്മോൻ ഇങ്ങനെയാണ്. ഒന്ന് ചിരിച്ചടാ. കഴിഞ്ഞത് പൂന്നോളം വരച്ചോണ്ട് ശര ജസ്മൻ അടുത്ത പോസ്റ്റ് പോസ്റ്റിന് കൂട്ടുകാരൊക്കെ ഇത് റിപ്ലൈ കൊടുക്കുകയാണ് ജസ്മോൻ. എന്ത് ചെയ്യാനാ. ഹാപ്പി ബർത്ത്ഡേ എടാ ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ ടു ഞങ്ങളെ മേഖലത്തില്ല അറപ്പത്ത് ആരേട്ടാ ജർമ്മന്നോ അത് കൊള്ളാല്ലേ. എടാ എനിക്ക് വിളിക്കേ ഈ പ്രീസെറ്റ് ഇരിപ്പുണ്ടോ? അല്ല ആ എഴുത്തൊക്കെ ആ പ്രീസെറ്റ് ഇരിപ്പുണ്ടോ? അല്ലെ എന്നെ മെൻഷൻ ചെയ്താലും പേടില്ല. ഏത് ആളെ വിടുവാണോ? ആ ബാ അയ്യോ ഗൈസ് ഇനിയിപ്പോൾ സ്റ്റോറി ഒക്കെ ഇട്ടെടുത്ത പരിപാടി ഉണ്ട്. ഓക്കെ ബൈ ഗൈസ്. വി ആർ വൈൻഡ് അപ്പിംഗ് ദിസ് വീഡിയോ. ബൈ പറ ജസ്റ്റ് ജോസ് ബൈ പറ. ബൈ അത് നിന്നെ കൊണ്ട് പറയാം. എടാ ബൈ പറയടാ. ബൈ. അവൻ ഇപ്പൊ കുറച്ച് പതുക്കി മസിൽ ജിമ്മനാ മസിൽ ചേച്ചി ബൈ. ജസോനെ ഒരു